ഇനി അടുത്ത വട്ടം ബിഗ് ബോസ് ഞാൻ പോകണം കേട്ടോ. ഞാൻ പോവാണേ ഇനി അടുത്ത വട്ടം ബിഗ് ബോസിൽ 100 days ചലഞ്ച് ബിഗ് ബോസിലാണ് എൻ്റെ. ഞാൻ അടുത്ത വട്ടം ബിഗ് ബോസിൽ പോകണം. നോ ബിഗ് ബോസ് അതെന്തൊരു പരിപാടിയാ നിനക്ക്? ബാക്കി എല്ലാവർക്കും അനുമോക്കൊക്കെ വേണ്ടിയിട്ട് നിനക്ക് മുദ്രാവാക്യം വിളിക്കാൻ അറിയാലോ, നമുക്ക് മാത്രം പറ്റൂലേ? അല്ല പിന്നെ 10 days തിരിച്ചു വരുമോ? എടാ 10 days തിരിച്ചു വരുമോ? എടാ നമ്മുടെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് എല്ലാ ആഴ്ചയും എൻ്റെ RP കാണുന്ന ഓഡിയൻസ് 10,000 പേര് എനിക്ക് വോട്ട് തരും. ഇല്ല ഈ കുണ്ണകൾ ലൈവ് ഇടാൻ വേണ്ടിയിട്ട് എന്നെ ആദ്യമേ വോട്ട് തരാതെ പുറത്താക്കും, ഉറപ്പാണ്, ഒരു സംശയവും ഇല്ല. നീയൊക്കെ അത് ചെയ്യും, എനിക്ക് ഉറപ്പാണ്, ഒരു സംശയമില്ല. എനിക്ക് അതിന് 100% ഉറപ്പാണ്. നിന്റെ ഒന്നും വോട്ടരൊക്കെ കിട്ടൂല. ഞാൻ അവിടെ നിന്ന് ലവ് ട്രാക്ക് പിടിച്ചാൽ ഡിവോഴ്സ് ആവും. പിന്നെ വേറെ എന്ത് പിടിക്കാൻ പറ്റും? പിന്നെ അല്ലെങ്കിൽ ഫാമിലിയുടെ കണ്ണിലുണ്ടി ആവണം. ബിഗ് ബോസ് കുറിയൊക്കെ തൊട്ട് അതൊക്കെ പിടിച്ച് അങ്ങനെ വല്ലതും നിൽക്കേണ്ടി വരും. PR നമ്മൾ ചെയ്തു തരാറ്. എടാ ഞാനിത് പറഞ്ഞ ഒഫൻസീവ് ആയിട്ട് തോന്നില്ല. ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം കേട്ടോ, നമുക്ക് ഗെയിമിലോട്ട് കയറാവേ. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്, ഈ PR എന്ന് പറയുന്ന സാധനം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഇത് തമ്മിൽ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ആൾക്കാരിലേക്ക് എത്തിച്ചത് ഈ വർഷമാണ്. അതായത് ഇൻസൈഡിലെ സാധനം അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിനക്ക് PR എന്ന് പറഞ്ഞു. ഇത് എന്നൊക്കെ ഇത് ബിഗ് ബോസിൽ മാത്രമാണ് PR ഉള്ളതെന്നാണോ നിങ്ങളൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്? ഗൈസ് എല്ലാവർക്കും PR ഉണ്ട്, സിനിമ നടന്മാർക്ക്, നടിമാർക്ക്. ഞാനൊരു കാര്യം നിങ്ങൾ കണ്ടിട്ടില്ല, ഈ ഓൺലൈൻ മീഡിയ ചാനൽസ് ഒക്കെ എയർപോർട്ടിന്റെ വെളിയിൽ സിനിമ നടന്മാർ വരുമ്പോൾ പോയി ഫോട്ടോ എടുക്കുന്നത്. ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന നടന്മാരും നമ്മുടെ നാട്ടിലുണ്ട്, സ്ക്രീൻ പ്രസൻസിന് വേണ്ടി. മനസ്സിലായ? PR ഒക്കെ എല്ലായിടത്തും ഉണ്ടറാ. ഇത് ഈ വർഷമാണ് ഇതിനകത്ത് വന്നതെന്ന് വിളി. എത്രയൊക്കെ PR ചെയ്താലും കുറച്ചൊക്കെ കഴിവൊക്കെ വേണം. എന്നാല് ഈ PR ചെയ്യുന്നവർക്ക് തട്ടി തരാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ക്ലിപ്പ് വേണ്ടേ? മനസ്സിലായ? ആ ക്ലിപ്പ് കൊടുക്കാനുള്ളത് അവരുടെ കഴിവാണ്. എന്നാലും വെറുതെ PR ചെയ്താൽ ആരും ജയിക്കില്ല. അതെനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പൊ എന്തായാലും കൺഗ്രാറ്റ്സ് ബിഗ് ബോസ് വിന്നേഴ്സിനൊക്കെ. ഇത് ബിഗ് ബോസ് ഭയങ്കര ചർച്ച ഇവിടെയൊക്കെ. ഞങ്ങൾ ഫാമിലി ഗ്രൂപ്പൊക്കെ ചെന്നപ്പോഴേ, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇത് വന്നതിൻ്റെ അന്ന്, റിസൾട്ട് വന്നതിൻ്റെ അന്ന് ചത്ത വീട് പോലെയായിരുന്നു. അതുവരെ ഞാൻ നോക്കുമ്പോൾ തലേന്ന് വരെ അനുമോളുടെ പോസ്റ്റ് 4 പേര് വാരി എറിയും, കുറച്ച് കഴിയുമ്പോൾ അനീഷിന്റെ പോസ്റ്റ് 4 പേര് വാരി എറിയും. കുറച്ചുകൂടെ കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ അനീഷ് ഫാൻസ് ആയിരുന്നു കൂടുതൽ. ഈ റിസൾട്ട് വന്നതിൻ്റെ അത് മരണ വീട് പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് ശുഭദിനമൊക്കെ ഇട്ട് അമ്മാവന്മാർ പോയി. ഭയങ്കര പ്രശ്നം, എല്ലാവർക്കും ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര ഡിപ്രഷൻ. അതിന്റെ താഴെ എനിക്ക് ഇൻഫ്ലുവൻസർ B വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടപ്പോ മൈരും ചാവട്ടെ അതായിരുന്നു അവരുടെ. പക്ഷെ അവർക്ക് ബിഗ് ബോസിന്റെ ആ ഒരു ഇതിൽ നിൽക്കണം അവര്. മനസ്സിലായ? ഞാൻ ഈ വട്ടത്തെ ബിഗ് ബോസ് ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും തോന്നിയില്ല. എന്താ പറയാ, ഇന്നാള് ജയിച്ചെന്ന് തോറ്റവരൊന്നും.